അങ്ങനെ രാംലല്ലയെ കണ്ട് പുറത്തിറങ്ങി നമ്മൾ നേരെ പോകുന്ന ഹനുമാൻഗഡിയിലാണ് കേട്ടോ. ഇതേല്ല അത് കണ്ടാ. അങ്ങനെ നമ്മളിനി ഹനുമാൻഗഡിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതാണ് ഹനുമാൻഗഡി. അങ്ങോട്ട് കയറുന്ന വഴിയിലുള്ള കടകളൊക്കെ കണ്ടോ. ഇവിടെ ഇത്തിരി കളറിന് കടുപ്പം കൂടും കേട്ടോ. ഇവിടെ വേറെ ലെവലാണ്. ഹനുമാൻഗഡിയിലേക്ക് കയറാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. 3 നിരയായിട്ട് അങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട് കേട്ടോ. അതിലൂടെയാണ് കേട്ടോ കയറേണ്ടത് നമ്മള്. ഇവരൊക്കെ കയ്യിലുള്ള ഈ ബോക്സ് കണ്ടില്ലേ, ഇത് ഹനുമാന് നേർച്ചയായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ആചാരമാണ്. ലഡു അങ്ങനെ സ്വീറ്റ്സ് ഒക്കെയാണ് കേട്ടോ. എല്ലാവരെയും തന്നെ കയ്യിലുണ്ടാവും. ഈ ക്യൂവിൽ വെക്കുമ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ പൊട്ട് വരുന്നവര് എല്ലാവരുടെയും തന്നെ നെറ്റിയിലുണ്ട് കേട്ടോ. അങ്ങനത്തെ പൊട്ട് കണ്ടോ. ഇതുകൊണ്ടാണ് ഒരു അക്ഷയൊക്കെ ഉണ്ടാവുന്നത്. ആയി चलो देखो बेटा कौन अच्छा ही पढ़े लिखे विद्या ഇതാണ് കേട്ടോ ഹനുമാൻഗഡിയുടെ മെയിൻ എൻട്രൻസ്. തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. കഴിച്ചു ഒരു രക്ഷയില്ല. ഇങ്ങനെ തടഞ്ഞു വെച്ചാട്ടോ ഇവിടുന്ന്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ ക്യൂവിൽ നിന്ന് ഇടിച്ചു വരുന്നവരൊക്കെ. പക്ഷെ ഇവരത്ര മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് അറിയാം. ഇങ്ങനെ വരുന്നവരോടൊക്കെ ബായി അല്ലെങ്കിൽ അങ്ങനെ അടിപൊളിയായിട്ടാട്ടോ സംസാരിക്കുന്നത്. ആരോടും ദേഷ്യപ്പെടുക അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. അവർ പോകാൻ തുടങ്ങി. പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടാണ് ഇവിടെയുള്ള കുറച്ച് പേരെ അങ്ങോട്ട് വിടുക. അങ്ങനെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. തുറന്നു വിട്ടു കേട്ടോ. തുറന്നു വിടുമ്പോൾ എല്ലാവരും കൂടി ഓടി വരുവാണ്. ഒരു ഗേറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ഗേറ്റാണ് കേട്ടോ. അവിടെ അടുത്ത കവാടം. തിരക്കുണ്ടോ? ഒരുപാട് ജനങ്ങളാട്ടോ. രക്ഷയില്ലോട്ടോ. നല്ല കിടിലൻ തിരക്കാണ്. ഇത് പ്രസാദം കൊടുക്കുന്ന തിരക്കാണ് കേട്ടോ.
എന്റെ മോനെ ഒഴുകി ഒഴുകി പോവാണ്, ഫുൾ പെരുന്തിരക്ക്. മോനെ ഒരു രക്ഷയില്ലാത്ത തിരക്കാട്ടോ ഇവിടെ. പിന്നെ മൊബൈൽ കയറ്റുന്നതിനും പ്രശ്നമില്ല, ഒന്നും ഒരു പ്രശ്നമില്ല. ചൂട് ചെരുപ്പിടരുന്ന് മാത്രമേ ഉള്ളൂ. ഏതും തിരക്കാണ്, ഇടിച്ചു കുത്തി ഇത്ര ഏരിയ. ഇവിടുത്തെ പൂജ, ആരാധന, നേർച്ച അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. ലഡു, മധുരം അങ്ങനത്തെയൊക്കെയാണ് ഇവിടുത്തെ നേർച്ച. ഇതാണ് ഗൈസ് ഹനുമാൻ ഗഡി. ഇതാണ് കേട്ടോ നമ്മൾ റോട്ടിൽ നിന്നൊക്കെ കാണുന്ന ആ ഗോപുരം കാണുന്നില്ല, ഒരു റെഡ്, ആ ഹനുമാൻ ഗഡി. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച കേട്ടോ. ഭിത്തികളിലൊക്കെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. ഇവിടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇത് പഴയ കെട്ടിടമാണ് കേട്ടോ. എത്ര 500-600 വർഷം പഴക്കമുള്ള ഇതാണ്. ഇവിടെ വർക്കുകൾ എല്ലാം പൊളിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഈ കളർ കാണുന്നില്ലേ, ഇതൊക്കെ നമ്മൾ റോട്ടിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കേട്ടോ. അങ്ങനെ ഹനുമാൻ ഗഡിയിലും തൊഴുത് പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. രാംലല്ലാൻ്റെ അവിടെ ശ്രീരാം ക്ഷേത്രത്തിൽ ഇത്ര തിരക്കൊന്നും ഇല്ല, ഇങ്ങനെ ഇടിച്ചു കുത്തിയ പരിപാടി ഒന്നും കേട്ടോ. കറക്റ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. ആഞ്ജനേയ സ്വാമിനെ കാണാനുള്ള ആൾക്കാരെ പവർ വേറെയാണ്. ഒരുപാട് ജനം. അപ്പോൾ അതായിരുന്നു തൊഴാൻ പോയ കാഴ്ചകൾ, രാമക്ഷേത്രത്തിൽ തൊഴാൻ പോയ കാഴ്ചകൾ ഇതായിരുന്നു കേട്ടോ. ഇനി അടുത്ത എപ്പിസോഡ് ഉടനെ വരും, അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി ഇതൊക്കെ ഒന്ന് കഴുകിയാൽ പോകുമെന്ന് ആർക്കറിയില്ല, ഇല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ നടക്കേണ്ടി വരും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അയോധ്യൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം.